Jesus said to his disciples, "Go into all the world and preach the gospel to every creature. Whoever believes and is baptized will be saved." This is and should be the mission statement of every Christian. The Marthoma Church is blessed to have many lay leaders and priests who have taken this mission statement as their core value and dedicated their lives to reach the unreached and preach the good news to every creature. I strongly believe that it's the work of these saints which has built our church so strong and so fruitful. We are embarking on a journey to document their dedication and work, not because they seek name or fame. On the contrary, you will find very few pages recorded on the work they have done in the church archives. We hope that this video will inspire you to take up the mantle and continue the good work done by them. (1942), 5 years before India got its independence, 3 youngsters, Reverend K.T. Thomas, John Varghese and MP Matthew from Kerala, the southernmost part of India, decides to take the challenging journey of 2000 kilometers with a burden to preach the gospel in central India. They reach Sihora and Kristapanthi Ashram was established. They later became ordained ministers of the Marthoma Church, but continued to live in the ashram, adopting celibacy, asceticism, and a monastic community model. This community is the only celibate missionary community of the Marthoma Church in North India, and their motto is, "Thy will be done." Many youngsters from different parts joined this community, dedicating their entire life for the service of the poor and downtrodden, and Kristapanth Ashram grew to include schools, hospitals and community development activities. We visited Sihora and spent time with the ashramites. Some of them had the privilege of working along with the founder members, and it's a joy to spend time with them listening to the amazing stories of their experiences and adventure. 1942 വന്നു. K.T. തോമസച്ചൻ, ബി മാത്യുച്ചൻ, ജോൺ വർഗീസ്. അതിനുശേഷം ഞാൻ 1952 എന്നോടൊപ്പം ഈശോമാർ തിമോത്തിയോസ് P.T. കോശി അച്ഛൻ, അച്ഛനല്ല, അല്ല P.T. കോശി അച്ഛൻ, അതെ. പിന്നീട് ഈശോമാർ തിമോത്തിയോസ് തിരുമേനി, എന്നോടൊപ്പം തന്നെ ഒരു ചേച്ചമ്മ വേങ്ങൽ, തിരുവല്ലയ്ക്കടുത്ത് വേങ്ങൽ ഒരു ചേച്ചമ്മയും കൂടെ വന്നു. എന്നാൽ ഞാൻ രണ്ടാമത്തെ പിൻഗാമിയായിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ വരുന്നത് 1952 ഓഗസ്റ്റ് മാസം 23 ഞാനിവിടെ വരുന്നതായിട്ടുള്ള സമയത്ത് അച്ഛന്മാരുടെ അനുഭവങ്ങൾ വളരെ പ്രയാസം, ഒന്നുമില്ല, കഴിക്കുവാനൊന്നുമില്ല, കുളിക്കുവാനൊന്നുമില്ല. അവർ അലഞ്ഞു തിരിഞ്ഞ് ഏകദേശം 1 വർഷത്തിലധികമായിട്ട് പല സ്ഥലത്തായിട്ട് അവിടെ വിലാസ്പൂരിൽ എന്ന സ്ഥലത്ത് വന്ന് അവിടുന്ന് ഒരു സേനയിലൊരു അച്ഛനുമായിട്ട് അഭിമുഖമായി കണ്ടുമുട്ടി. ഇവിടെ വന്ന ബിഷപ്പിൻ്റെ ഇദ്ദേഹത്തിൻ്റെ എന്നാ പേര്, ഈ ബിഷപ്പിൻ്റെ എന്തോ അദ്ദേഹത്തിൻ്റെ ഫീൽഡായത്, ഈ ബിഷപ്പിൻ്റെ ഫീൽഡാണ് അന്നത്തെ ആംഗ്ലിക്കൻ നാഗ്പൂരിലെ ബിഷപ്പ്. അതെ, അദ്ദേഹം കണ്ടുമുട്ടുകയും മറ്റും വന്നപ്പോൾ ഇവിടെ വരാനായിട്ട് ഇടയായി. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇവിടെ വരുന്നതായിട്ട് സമയത്ത് K.T. തോമസൻ അന്നിവിടെ ഒന്നുമില്ല കഴിക്കാൻ. ഇവിടെ അടുത്ത ഒരു കുളത്തിൻ്റെ കരയ്ക്ക് കുറച്ച് കടല വെച്ചിട്ടുണ്ട്. ആ കടല പറിച്ചുകൊണ്ട് വന്ന് വേവിച്ച് ഞങ്ങൾക്ക് തന്നു. കാരണം ഒന്നുമില്ലാത്തതുകൊണ്ട് അവർക്ക് വന്ന പട്ടിണിയാണ് എന്ന് പറയുന്നു.
അങ്ങനെ വളരെ വിഷമത്തിൻ്റെ അവസ്ഥയിൽ കൂടിയൊക്കെയാണ് ഇവിടെ വന്നു ചേർന്നത്. അതിനുശേഷം പല പ്രാവശ്യം പട്ടിണി കിടന്നിട്ടുണ്ട്, ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ബുധനാഴ്ച നടത്തിയ ആരാധന കഴിഞ്ഞ് ബേബിച്ചൻ ആരാധന എടുത്തു. ബേബിച്ചൻ ആരാധന എടുക്കുമ്പോൾ തങ്കപ്പൻ, അദ്ദേഹത്തിന് നമ്മുടെ VT കോശിയുടെ പേര് തങ്കപ്പൻ ഹൗസ്നൈ. ആ തങ്കപ്പൻ ഇങ്ങനെ ഉപവാസം കഴിഞ്ഞു, പ്രാർത്ഥന ബുധനാഴ്ച കുർബാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തങ്കപ്പന 3 ദിവസത്തെ പട്ടിണിയൊക്കെ ആയപ്പോഴത്തേക്ക് വിശപ്പായി. ഇവിടെ ഈ പള്ളിയുടെ അടുത്ത ഒരു കുളമുണ്ട്, ഒരു കൊച്ചു കുളം ഉണ്ടായിരുന്നല്ലോ. ആ കുളത്തിലൊരു ബേറുമരമുണ്ട്. ആ ബേറുമരത്തിൽ കയറി അതിൻ്റെ മുള്ളുക പറിച്ച് തിന്നു. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഒടുവിൽ ഞങ്ങൾക്ക് സെൻറ്റ് തോമസ് വീക്കിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകുമായിരുന്നു. സെൻറ്റ് തോമസ് വീക്കിൽ ഗ്രാമത്തിൽ പോയപ്പോൾ സെൻറ്റ് തോമസ് ഡേ അന്ന് ഞങ്ങൾ കവിയില ചേറ്റി ചാക്കോച്ചൻ മറ്റുമൊക്കെ ഉണ്ട്, ഗുരുച്ചനുണ്ട്, എം പി തോമസ് അച്ഛനുണ്ട്, എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ അടുത്തൊരു അതെ ഞങ്ങൾ അടുത്തൊരു വില്ലേജിൽ പോയി. അടുത്ത ഒരു 10 തലാടിൻ്റെ അങ്ങപ്പുറത്തൊരു വില്ലേജ് ഉണ്ട്. അവിടെ പോയി അവിടെ പോയി ഞങ്ങൾ പ്രഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു സാധുവായ മനുഷ്യൻ വിറക് കീറിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാളുടെ കാലിൽ വിറക് ഓടാൻ കൊണ്ട് മുറിഞ്ഞു. അപ്പം ഈ ജാതിഭേദം ഉള്ളതുകൊണ്ട്, ചിന്തയുള്ളതുകൊണ്ട് അവരാരും എടുത്തില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു കട്ടിലിൽ എടുത്തും കൊണ്ട് ഇവിടെ വന്ന് ചികിത്സിച്ച് അത് സൗഖ്യമായി പോയി. അതിനുശേഷം പല വിധത്തിലുള്ള അനുഭവമുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, സിയോറയിൽ അവർ വന്നതായുള്ള കാലത്ത് ഒരു കിണറുണ്ട്, ഇപ്പോഴും ആ കിണറുണ്ടോ, അതിലേശം ഒരു 60 അടി താഴ്ച കാണുമായിരിക്കും. 60 അടി താഴ്ച ഉള്ളപ്പോൾ നിങ്ങൾക്കതിൽ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാം. അതെ, അപ്പോൾ അതിൻ്റെ അകത്ത് ചേറും വെള്ളമൊക്കെ ആയിരുന്നു, അഴുക്ക് വെള്ളം. അതിന് ഞങ്ങൾ 2-3 സ്റ്റെപ്പ് അടിക്ക് ഒന്ന് കെട്ടി, വേറൊന്ന് കെട്ടി, മുകളിൽ ഒരു ഡീസൽ വെച്ചൊരു എഞ്ചിനും വെച്ചു, ഒരു മെഷീൻ വെച്ചു. ഞങ്ങൾ 3 പേര് ഇറങ്ങി. അതിനകത്ത് 2 പേര്, ഒരു വിറവും ഞാനും കൂടി ഇറങ്ങി ശരിയാക്കാനായിട്ട്. വെള്ളം വറ്റി ചേറൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പം ചേറൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള കിണറ. എൻ്റെ ആ ചേറും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. ആ ചേറിനെല്ലാം വിഷം അടിച്ച് ആദ്യം വിറവും മണ്ണിൽ കിടത്ത് അവിടെ വീണു. അതിനുശേഷം ഞാനും വീണു. ഞാൻ വീണുന്ന സമയത്ത് ആരുമില്ല വിവരം അറിയിക്കാനായിട്ട്. അപ്പോൾ സിയോറയിൽ അടുത്തൊരു മോത്തിലാൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഭാര്യ, അവൾ ചെന്ന് കച്ചേരിയുടെ ഭാഗത്ത് നിന്ന് അലറി വിളിച്ച ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കുതിര വണ്ടിയുണ്ട്, കുതിര വണ്ടിയൊക്കെ ഉണ്ട്. ബേബിച്ചനും യാദൃശ്യമായിട്ട് അവിടെ വന്നു, വരേണ്ടതല്ല, ബേബിച്ചനും വന്നു. എന്നിട്ടൊരു കൊച്ചു 4 കാലുള്ള കൊട്ടിൽ ഞങ്ങളെ പിടിച്ച് കയറ്റി. അപ്പോൾ എൻ്റെ അവസ്ഥ തീരെ ക്ഷീണാവസ്ഥയായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, എന്നെ ഓർമ്മ കറണ്ട് ഒരു കറണ്ട് ഡോക്ടർ ഉണ്ടായിരുന്നു. കറണ്ട് പറഞ്ഞു ആശയില്ലെന്ന് പറഞ്ഞ് ഏതായാലും കുറച്ച് നാളത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങൾ സൗഖ്യമായി. അങ്ങനെ പല വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അതിനുശേഷം ഞങ്ങൾ കുളിക്കാൻ വെള്ളമൊന്നുമില്ലായിരുന്നു. കുളിക്കാൻ വെള്ളമില്ലാത്ത സമയത്ത് ഇവിടെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിനടുത്ത് മന്ദിരത്തിനടുത്തൊരു കിണറുണ്ട്. അപ്പം ഞങ്ങൾ കുളിക്കാൻ വെള്ളമൊന്നുമില്ലല്ലോ. കുളിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുടമൊക്കെ കുടം എടുത്തോട്ട് പോയി വെള്ളം കോരിക്കൊണ്ട് കുളിച്ചിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു ഭാഗം നട്ടുപിടി ഞങ്ങളുടെ മൂലിക്കൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് വെള്ളം ഒഴിച്ചു. ആ മരം ഉണങ്ങിപ്പോയി. ഓർക്കും ആ മരം അങ്ങ് ഉണങ്ങിപ്പോയി. അങ്ങനെ പല വിധത്തിലുള്ള അനുഭവങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ഗ്രാമത്തിലൊരു കോളറ രോഗം വന്നു. കോളറ രോഗം വരുമ്പോൾ ഞങ്ങളിവിടെ പോയി. ബേബിച്ച ഒരു ചെറിയ വലിയ ഡോക്ടറാണ്, ഇവിടുത്തെ വലിയ ഡോക്ടർ ബാബുജി എന്ന് വിളിക്കും. അപ്പം ബേബിച്ചനും ജോൺ വർഗീസിനും ഞാനും മോശയും കൂടെ കുതിര ഓടിച്ചു. ഞങ്ങളവിടെ പോയി. അവിടെ ചെന്നപ്പോൾ കോളറയ്ക്ക് ഞങ്ങൾ ചെയ്യാവുന്ന ശുശ്രൂഷയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് അവിടെ ഒരു സാധുവായ ഒരു മനുഷ്യർ ഒരു വയറ്റുവേദന ഏതാണ്ട് വന്നു. അപ്പം ബേബിച്ചൻ ഡോക്ടറല്ലേ, ബേബിച്ചനെ വിളിച്ച് അവർ ബേബിച്ചൻ ചെന്ന് അവർക്ക് ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുക. ഒരു എനിമ വെച്ചതായുള്ള സമയത്ത് ആ എനിമയുടെ ശേഷം എന്നാന്ന് വെച്ചാൽ മരം ഒഴുകുകയാണല്ലോ. അപ്പോൾ വെള്ളം ഒഴുകുന്ന മരം എടുക്കുന്ന സമയത്ത്
അവരെടുക്കാനായിട്ട് വേണ്ട വെച്ചത് വലിയ കങ്കാള കിണന ആട്ട കുഴയ്ക്കുന്ന ആൾ ഒരു വലിയ കിണ ആട്ട കുഴയ്ക്കുന്ന അത്രയൊക്കെ ഉള്ളവരുടെ അനുഭവങ്ങൾ. അതെ, അത്രയും പരിചയമുള്ളവരുടെ അതോ അത്ര അല്ല അതേ ഉള്ളവരുടെ ഉള്ളത്. ആകെ അതേ ഉള്ളൂ. അതെ, അവരപ്പോൾ ആ കിണ്ണൻ്റെ അകത്താക്കാൻ മല ഒഴിച്ചിട്ട് അവരെടുത്തുകൊണ്ട് കളഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചായ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴേ അവർ നല്ല അലുവ ഉണ്ടാക്കി, നല്ല അലുവ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴേ അവർ ഈ പാത്രത്തിൽ ഞങ്ങൾ ഈ പാത്രത്തിൽ തന്നെ ഞങ്ങൾക്ക് അലുവാണ്. അപ്പം വേവിച്ചും പറഞ്ഞു കുഞ്ഞപ്പം നല്ലതായിട്ട് കഴിച്ചു, നല്ല രുചിയുണ്ടല്ലോ ഞങ്ങൾ കഴിച്ചോളൂ പറഞ്ഞു. അങ്ങനെ പല വിധത്തിലുള്ള അനുഭവം. അതിന് ശേഷം ഞങ്ങളിവിടെ ഗോശാല ഇവിടെ ഒരു എല്ലാൽ വക്കീൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അല്ല നല്ല വക്കീൽ. ആ വക്കീലിൻ്റെ സ്ഥലമാണ് ഈ സ്ഥലം. നമ്മൾ ഈ സ്ഥലം ഏകദേശം 10 ഏക്കറുണ്ട്. 17 ഏക്കർ. ആ സ്ഥലമുണ്ട്. ആ സ്ഥലം വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കന്നാലിൽ കെട്ടിയതായിട്ടുള്ള കൂട്ടിലാണ് ഞങ്ങൾ ആദ്യമാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുന്നത് മണ്ണിൻ്റെ ഭിത്തിയായിരുന്നു, മണ്ണ് ഭിത്തി. അതിനകത്ത് മണ്ണ് ഭിത്തി അപ്പോൾ എല്ലാം തുരപ്പനുണ്ട്. തുരപ്പൻ്റെ അകത്ത് മൂർഖം പാമ്പുണ്ട്. അപ്പം മൂർഖം പാമ്പ് വേവിച്ചിനും മൂർഖം പാമ്പിനെ കൊല്ലാനും മിടുക്കനും ഞാനും അച്ഛനിൽ നിന്ന് പഠിച്ചതായതുകൊണ്ട് നീളമുള്ള മുള ആക്കിയിട്ട് ഞങ്ങൾ പാമ്പിനെ കൊല്ലുമായിരുന്നു. 30 ചിപ്പിലാവാനും പാമ്പിനെ ഞങ്ങൾ കൊണ്ടു. അവിടെ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ കോഴിയെ അടവെച്ചു. കോഴി അടവെക്കുമ്പോൾ ഒരു കോഴി 10 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ മൂർഖം പാമ്പ് കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ താമസിക്കാൻ തോന്നില്ല. ഞങ്ങൾ ബീഡിച്ചാക്ക് കിട്ടിയ ഒരു കന്നുകാലിയുടെ കൂടാണ്. കന്നുകാലിയുടെ കൂടിന് നടുക്കൊരു ബീഡിച്ചാക്ക് കിട്ടിയിട്ട് എന്തോ അതെ വലിയ. അപ്പം അങ്ങനെ അവിടെ താമസിച്ചപ്പോൾ ഞാൻ കളിക്കാൻ ഞങ്ങൾക്ക് സിമെൻറ്റ് തറയൊന്നുമില്ല, കന്നാലിയുടെ കൂടല്ലേ. കന്നാലിയുടെ കൂടാകുന്ന സമയത്ത് വീതി കോശത്തിന് ഞാനും കൂടെ കളിച്ചപ്പോഴുണ്ട് കുഞ്ഞപ്പനച്ചായ നോക്കിക്കേ എൻ്റെ കയ്യിൽ ചോര വരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ ചോര വരാനുള്ള കാരണം എന്നെ ചോദിച്ചാൽ അതിങ്ങനെ മെറ്റലായിരുന്നല്ലോ മുറം, അതിൽ കൊണ്ട് ചാടം കൊണ്ട് തളിച്ചപ്പം കയ്യിൽ കൊന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ പല അനുഭവങ്ങളുണ്ട്. അത് കഴിച്ച ശേഷം ഞങ്ങളെ ഒരുപാട് പറയാനുണ്ട് എല്ലാം കഴിഞ്ഞ്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങളുടെ ഈ സന്യാസി ജീവിതത്തിൻ്റെ പ്രതീക്ഷ കഴിഞ്ഞു. എന്നാൽ യുവാനൻ തിരുമയുടെ കാലത്താണ് ഞങ്ങൾ ഇതിൻ്റെ ആരാധന ഈ പെർമനൻറ്റ് മെമ്പേഴ്സാകുന്നു. അന്നാകുന്ന സമയത്ത് തിരുമേനിക്ക് വരാൻ പറ്റിയില്ല. തിരുമേനി നമ്മുടെ മാത്തനച്ഛനെ അയച്ചു. മാത്തനച്ഛനാണ് ഞങ്ങളുടെ ശുശ്രൂഷ ഏറ്റത്. ഞങ്ങളുടെ ശുശ്രൂഷ മെമ്പർഷിപ്പ് ഇല്ല സോറി VT കോശിച്ചൻ്റെ ഏപ്രാച്ചിൻ്റെയും പിന്നെ നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത അതായത് തിരുവേനിക്ക് 64 വരാൻ സാധിച്ചില്ല. അതിന് തിരുവേനിയാണ് മാത്തനച്ഛനെ. അതെ, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനുണ്ട് ഇവിടെ, അതുകൊണ്ട് എല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ ഇവിടെ സീറോ ആശ്രമത്തിൽ ആയിട്ട് 68 വർഷം കിട്ടുമായിരുന്നല്ലോ. 52 അല്ലേ? 68 വർഷം കഴിയുന്നു. അപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് ഇവിടെ താമസിച്ചു, ശുശ്രൂഷിക്കുന്നു. എനിക്ക് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നുമില്ല, എങ്കിലും ക്ഷീണിതനാണ്. എന്നാൽ ഇതുവരെയും ദൈവം അതിശയകരമായ വിധത്തിൽ നടത്തി ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയായിട്ട് ഇന്നുവരെ ഇത്രയും പേരോടുകൂടി ചേർന്ന് ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ആദ്യകാലത്തെ കെട്ടിടം പണിക്കെല്ലാം നേതൃത്വം വഹിക്കുന്ന കുഞ്ഞപ്പച്ചാരൻ ചള്ള കുഴയ്ക്കാനും പിന്നെ ചള്ള കുഴിച്ചു കൊടുക്കുന്നു. The Ashram Chapel was the first permanent building constructed. The services of Mr. Mani, an executive engineer with the PWD in Jabalpur, are remembered with gratitude. The construction started in the year 1952. ഈ ചാപ്പൽ പണിയുക എന്നുള്ള വിശ്വാസ പ്രസ്ഥാനമാണല്ലോ. വിശ്വാസ പ്രസ്ഥാനം ജബൽപൂരിൽ ഒരു KK മാണിസാറുണ്ട്. മാണിസാറും കുഞ്ഞുട്ടിച്ചാൻ ഒരു വീട്ടിൽ മാറ്റി കുഞ്ഞുട്ടിച്ചാൻ TT ജോണ് അല്ല TT ജോൺ അരിയിലുള്ള ഒരു TT ജോണും കുറിയനുള്ള TT ജോണും കുഞ്ഞുട്ടിച്ചായനും മാണിസാറും കൂടെ ഇത് ഉത്സാഹം എടുത്തു. അപ്പം ഇത് വാഹനം എടുക്കണോ? അന്ന് ഞങ്ങളുടെ പണമൊന്നുമില്ല. അത് ഞങ്ങൾ തന്നെയാണ് ഈ വാഹനം എടുത്തത്. ഇത്രയും പള്ളിയുടെ എല്ലാം വാഹനം എടുത്തത് ഞങ്ങൾ തന്നെയാണ്. വാഹനം എടുത്തിട്ട് ഞങ്ങളെ കുമ്മായം വാങ്ങിക്കുവാൻ കട്ടിയിൽ പോകും.
കണ്ണി പോയി കുണ്ണാൻ കൊണ്ടുണ്ട് ഇവിടെ ഒരു തൊട്ടി ഇപ്പോഴും കൊണ്ടായിരിക്കാം ഉമ്മ ഇടിച്ചു കൂടുന്ന ആളുടെ ഒരു തൊട്ടി മണ്ണിൽ ഇങ്ങനെ ഇടിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇടിച്ച് കൂട്ടി വെള്ളത്തിൽ ഇടും. ഒരു 2-3 ദിവസത്തിൽ വെള്ളത്തിലിട്ട് അത് കെട്ടി. അപ്പം ഇവിടെ ഉണ്ടാക്കുമായിരുന്നു. അതെ, നമ്മൾക്ക് നമ്മുടെ ആ കണ്ടത്തിൽ ഇവിടെ അവിടെ നിന്ന് കിട്ടി. അങ്ങനെ കിട്ടിയതാണ്. അപ്പം ഞങ്ങൾക്ക് വിശപ്രയാസം അന്നും പട്ടിണി വന്നു. 2-3 ദിവസം പട്ടിണി കിടന്ന പള്ളിപ്പണി നിർത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. പള്ളിപ്പണി നിർത്താൻ ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ മാവലിക്കര് ഒരു കോളനി ഉണ്ടല്ലോ, ഒരു വലിയ ചർച്ചിൻ്റെ അത് നമ്മുടെ ഈ ആരെയും സിനിമയുടെ കുടുംബമാണ് തോന്നുന്നു. അല്ല ഇത് ആയിക്കോട്ടെ. അപ്പോൾ ഇത് പണി നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ വെല്ലച്ചന്റെ കുടുംബം പോളച്ചിറക്കോ, വെല്ലച്ചന്റെ ഗിരിദാസിന്റെ കുടുംബം പോളച്ചിറക്കൽ അല്ല കരിമൂല പോളച്ചിറക്കുന്ന അവരുടെ കുടുംബം. അങ്ങനെ ഇരുന്നപ്പോൾ പണി നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ ആ ദിവസത്തിൻ്റെ അപ്പോൾ അന്നാ ദിവസം തന്നെ ഈ പള്ളി കുറച്ച് പണം വന്നു. ആ പണം വന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ദേവാലയം പണിയുന്നതിനായിട്ടുള്ള ആ സംഭാവനയായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലാൽജി എന്ന് പറയുന്നൊരു മനുഷ്യനായിക്കോട്ടെ, അവൻ്റെ അപ്പനും ഉണ്ട് ലാൽജി. ലാൽജിയും അപ്പനും കൂടെ ഇത് പണി ഞാനായിട്ട് തുടങ്ങി. ആ പണി തുടങ്ങി. ആ പണി തീരാൻ പോകുന്നതായിട്ടുള്ള സമയത്ത് പണി തീർന്ന സമയത്ത് ഞങ്ങൾക്ക് അന്നും പട്ടിണിയാണ്, ആ ദിവസവും പട്ടിണിയാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞു എന്നാൽ പണി നിർത്താമെന്ന് പറഞ്ഞപ്പോഴേ പോളച്ചിറക്കൽ ആ കുടുംബത്തിൽപ്പെട്ടവർ പണം അയച്ചു തന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്, പറഞ്ഞാൽ തീരുകയില്ല. എന്നാൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞ് സമയമില്ലാത്തതുകൊണ്ടും എല്ലാവർക്കും ഇനി പറയാനായിട്ട് ഇനി ഉള്ളതുകൊണ്ടും എന്നേക്കാൾ കൂടുതൽ പറയാനുള്ള സമർത്ഥരാ ഇരിക്കുന്നത് എല്ലാവരും. അന്നില്ലായിരുന്നു, അതുകൊണ്ടാ പറയാ. എന്താ മോനെ, അന്ന് ഞങ്ങൾ ഇല്ലാതുകൊണ്ടാ പറയാത്ത. ഈ സദ്ദാര മേളയ്ക്ക് പോയപ്പോഴത്തെ ആദ്യകാലങ്ങളിൽ കാളവണ്ടിയെ ഈ മണ്ണുകളെല്ലാം കൊണ്ടുവന്ന് കാളവണ്ടിയല്ലേ. With the burning desire to reach out to the unreached with the love of Jesus, the members of the ashram visit villages and various local gatherings like the Satara Mela, where thousands come. The whole place takes on a festive air. Traders set up their stalls. The ashramites too pitch tents, open bookshops and distribute tracts. അപ്പം ഞങ്ങൾ സത്താറയിൽ മേലുണ്ട്. അതെ, സത്താറയിൽ മേൽ തന്നെ ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സത്താറയിൽ മേലയുണ്ട്. ആ മേല ഉള്ളപ്പോഴേക്കും ഒരു ഉത്സവ സ്ഥലമാണ്. മധ്യപ്രദേശത്തെ ഏറ്റവും വലുതായിട്ട് മേരാമൻ കൺവെൻഷൻ പോലെ മധ്യപ്രദേശത്ത് ഉള്ളതിൽ ഏറ്റവും വലുതായിട്ടൊരു മേലയാണ്. മേല ജബൽപൂർ ജാനുവരി മാസം 14-ാം തീയതി സംക്രാന്തി ദിവസം മറ്റുമാണ് എൻ്റെ അവസാനം തുടങ്ങും. 14 സംക്രാന്തി ദിവസം. അപ്പം ഞങ്ങൾ അവിടെ MP മാത്യുവിനും ഞങ്ങൾ കൂടെ പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ കൊണ്ടല്ലോ. ആ 30 സർക്കാർ ലേലം വിളിക്കും. ലീലാം എന്നാണ് പഞ്ചായത്തുകാരെ, നമ്മുടെ മുനിസിപ്പാലിറ്റിക്കാർ ജൻപത്ത് ലീലാം വിളിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ, നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ ലീലാം വിളിക്കുമ്പോൾ ആരെങ്കിലും പോകണ്ടേ? ഞാനേ ഉള്ളല്ലോ ഇവിടെ. ചാക്കോറസിൻ്റെ കാര്യം പറഞ്ഞില്ല, ഏരിയ മെഡിക്കാർ ചാക്കോറസിൻ്റെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയം ചാക്കോറസ് ഒരു മെമ്പർ വന്നിരുന്നു, അദ്ദേഹം ഇവിടെ മരിച്ചു പോയി. ഇല്ല. അപ്പോൾ ഞാൻ അന്ന് മേലാക്കി പോകണം. മേലാക്കി പോകുന്നുള്ള സമയത്ത് ലീലാം വിളിക്കണ്ടേ? അന്ന് ലീലാ വിളിക്കണമെങ്കിൽ എന്നോട് കുഞ്ഞപ്പനെ മാറ്റിച്ചിനും മറ്റു 3 കുഞ്ഞപ്പൻ പോകാൻ പറഞ്ഞു. കുഞ്ഞപ്പൻ പോകാൻ നമുക്ക് വല്ലതും അറിയാമോ? ഞാനിവിടുന്ന് സൈക്കിൾ A1 എന്ന് പറഞ്ഞ് സൈക്കിൾ മേടിച്ചു. ഞങ്ങൾ അക്കാലത്ത് A1 സൈക്കിൾ മേടിച്ച് സൈക്കിളെ ചവിട്ടി 30 കിലോമീറ്റർ ചവിട്ടി നമുക്കതൊന്നും അറിയുള്ളൂ. ഞാൻ ചോദിച്ചൊക്കെ പോന്ന അധികം വഴിയോ റോഡൊന്നുമില്ല, അവിടുത്തെ പാലമോ ഒന്നുമില്ല. അവിടെ ഞങ്ങൾ ചെന്ന് ലീലാം അവർ പറയും സർക്കാരി ബോലിക്ക് ഹിസാബ് സെ ലീലാം ചാലു 20 റുപ്യ എന്ന് പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ നമുക്കൊരു ചെറിയ പ്ലോട്ട് വേണമല്ലോ. ആ പ്ലോട്ട് വേണ്ടിയപ്പോൾ നമ്മുടെ ഒരു പ്ലോട്ട് നല്ലതായിട്ടുള്ള നമ്മൾ നിശ്ചയിച്ച് ആ പ്ലോട്ടർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പ്ലോട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു അവരൊരു പ്ലോട്ട് അവർ വീട്ടിലായി തുടങ്ങി. ഞാനൊരു 5-10 രൂപ പറഞ്ഞു.
ഞാൻ 10 രൂപ 15 20 25 രൂപയ്ക്ക് നമ്മൾ ആ മേടിച്ചു. അന്നൊരു പഞ്ചായത്ത് ഒരു പിള്ളയുണ്ട്. ആ പിള്ള മലയാളി ഇവിടുത്തെ ഒരു ക്ലർക്കോ അല്ലെങ്കിൽ ചെറിയ ഒരു തുലുക്കനം ഉണ്ടായിരുന്നു. എന്തോ ഒരു തുലുക്കനം ഉണ്ടായിരുന്നു. അതായത് ഓഫീസിൽ ജൻപത്ത് എപ്പോഴും നമ്മളൊക്കെ അയാൾ പിന്നെ എല്ലാം ചെയ്തോണ്ടിരുന്നത്. അതെ, അത് ഉണ്ടായിരുന്നു. അതെല്ലാം സഹായം ചെയ്തു. ഞങ്ങൾ ലീലാൻ വിളിച്ചപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഷെഡ് കിടണം. ആ ഷെഡ് കിടന്ന് നമ്മളുടെ ഒരു സാധനം ഇല്ലല്ലോ. ഒരു സാധനം ഇല്ലാത്ത സമയത്തിന് ഇത് വേണം. അപ്പം ജബൽപൂരിൽ നമ്മൾ ജസ്റ്റിസ് ഉണ്ടല്ലോ, നമ്മുടെ ബിലാസ്പൂരിലെ ജസ്റ്റിസ് ഫാദർ തോമസ്, സാം തോമസ് വന്നല്ലോ. അപ്പം ഫാദറിന്റെ പേര് തോമസ്. തോമസിന്റെ വൈഫാണ് ഇപ്പം അവിടെയുള്ള ജബൽപൂർ സ്റ്റേഷനിലെ പാഴ്സലിന്റെ ഓഫീസർ ദേവ പാഴ്സൽ കൊടുക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു ആലപ്പുഴക്കാരനൊരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, കത്തോലിക്കൻ ആലപ്പുഴ കത്തോലിക്കൻ ഒരു പ്രത്യേക പേരായിരുന്നു. അതെ, ഒരു നല്ല പേര്. നമുക്ക് സഹായമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനിടയ്ക്ക് ചെന്നാൽ അങ്ങോട്ട് ചോദിക്കണമല്ലോ ഒരു മാസ്റ്റർ എത്ര വേണം ഇത് മുട്ടൂക്കളം പറഞ്ഞു. അപ്പോൾ ഇത് കൊണ്ടുവരാൻ നമുക്ക് വെക്കുമോ? അപ്പോൾ ഇല്ല, ഞാൻ ചെന്നു. അവർ മടക്കൊക്കെ മടക്കി തന്നിട്ട് ട്രെയിനിൽ കയറ്റി ഇവിടെ സീറോയെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് രണ്ട് കാളയുണ്ട്. നമുക്ക് വെള്ളക്കാളയും ഈ കാളയെ നമ്മുടെ കൃഷിയുടെ ആവശ്യത്തിനുണ്ട്. KT തോമസിനിട്ട് ഒന്ന് ബിലാസ്പൂറിൻ്റെ സൈഡിലെങ്ങാണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ആ കാള ഒരുപാട് വർഷം ഞങ്ങളിങ്ങനെ അതിൻ്റെ പൂട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു വെള്ളക്കാളയും ഒരു കറുത്ത കാളയും. അത് ഞങ്ങൾ വണ്ടി കെട്ടി ഞങ്ങൾക്ക് ടാക്കൂർ എന്ന് പറഞ്ഞൊരു മനുഷ്യരുണ്ട് ഇവിടെ അടുത്തുണ്ടായിരുന്നു. ടാക്കൂർ നമ്മുടെ മനുഷ്യൻ. ആ ടാക്കൂർ ഞാനും കൂടി ഇവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റി വിടും. നമ്മളിപ്പോൾ കയറ്റുന്നത് പോലെ തന്നെ കയറ്റി ചെന്നപ്പോൾ അവിടെ നദിയുണ്ടല്ലോ, നമ്മുടെ പാലമായി. ആ നദി കല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലും എല്ലാം ഉണ്ട്. പാലമില്ല, ഒന്നുമില്ല, വെള്ളം മാത്രം ഒഴുകുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ വെള്ളം. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് പല പാറയുണ്ട്. വെള്ളം വന്നാൽ പിന്നെ നടന്നു പോവുകയും ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടിക്ക് പോകും, കാളവണ്ടി പോകും. കാളവണ്ടി ഇവിടുന്ന് ഒരു ഇറക്കവും നമ്മുടെ അവിടെ ചെല്ലുമ്പോഴും അവിടെ ഉണ്ട്. അവിടെ കയറ്റം ഒരു കെട്ടും, ഇവിടുന്ന് ഒരു ഇറക്കം. അതെ, പാലത്തിൻ്റെ അവിടുത്തെ കാര്യമാണ്. ഇവിടുന്ന് ഒരു ഇറക്കം, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ അവിടെ കയറ്റം. ആ കയറ്റം വരുമ്പോൾ കല്ലേ മുട്ടി നമ്മുടെ വണ്ടി അങ്ങ് നിന്ന് പോകണമെങ്കിൽ ലോഡ് ഇറക്കണമല്ലോ. പിന്നെ ഞാനും ആ ടാക്കൂറും കൂടി ലോഡ് ഇറക്കി പോകുന്ന വഴി വണ്ടി ഒന്ന് മറിഞ്ഞു. MP മാത്യു ഉണ്ട്. MP മാത്യു ഉണ്ട്. ഞങ്ങൾ ഇവിടെ സാമാനം പോയിരുന്നു. വണ്ടി നിന്നു, കല്ലേ മുട്ടി. ആ സാധനം ഇറക്കണം. പിന്നെ ഞങ്ങൾ സാധനം എല്ലാം ചുമി ഇറക്കി. അപ്പോൾ 10 മണിയൊക്കെ ആകുന്നു, 9 മണി 10 മണിയൊക്കെ ആകുന്നു. അപ്പോൾ ചുമി ഇറക്കണം. ഞങ്ങൾ ചുമി ഇറക്കിച്ച് അതെ. പിന്നെ വണ്ടി മോളിൽ കയറ്റി പിന്നെ സാധനം ചുമി ഞങ്ങളവിടെ കൊണ്ടുവന്ന് നമ്മൾ ഷെഡിൻ്റെ അവിടെ ഇറക്കി. ഞങ്ങൾ ഷെഡ് അങ്ങനെ പണിതു. ആ ഷെഡ് പണിത് ഞങ്ങൾ ഇവിടുന്ന് എന്നിട്ട് കച്ചിയെ മറ്റേത് മറിച്ചതേ പെട്ടി എല്ലാമായിട്ട് കൊണ്ടുപോയി അവിടെ കഴിക്കും. അവിടെ ഇതിന് സമയത്ത് ഒരു ചെറിയ ഷെഡുണ്ട്. ഷെഡ് നമ്മുടെ ഷെഡായിരുന്നു അന്നുള്ളതിലേക്ക് ഏറ്റവും നല്ല മനോഹരമായിട്ടൊരു ഷെഡ്. ആ ചാർപ്പോളിന് കെട്ടി കസേരയൊക്കെ ഇട്ട് നമ്മൾ പാട്ടുമൊക്കെ പാടുമായിരുന്നു. വൈകിട്ടത്തെ സമയത്ത് വലിയ സ്വർണ്ണക്കട കച്ചവടക്കാരും വെള്ളിപ്പാത്ര കച്ചവടക്കാരും വലിയ കച്ചവടക്കാരൊക്കെ വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് അല്പം വിശ്രമിച്ച് സന്തോഷമായിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ബിസിനസ്സിലൊക്കെ ആയിരുന്നല്ലോ, ഇപ്പം നല്ലതായിരുന്നു കേൾക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളതിനെ പാട്ടുമൊക്കെ പാടി. അതെ, പാട്ടുമൊക്കെ പാടി ഞങ്ങളവിടെ ഇങ്ങനെ ഒരു 5-6 ദിവസം ഞങ്ങൾ താമസിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എല്ലാവരും അതെ വെളിക്ക് ഇറങ്ങണമെങ്കിൽ നദിയുടെ ഭാഗത്ത് ലാൽ ചണ്ട കിട്ടിയിട്ടുണ്ട്. ലാൽ ചണ്ട ഇടങ്ങാപ്പുറത്ത് വേണം പോകാൻ. ലാൽ ചണ്ട അപ്പോൾ പഞ്ചായത്തിൽ നമ്മുടെ പിള്ളയെ അല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹം കൂടെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ വീടിച്ചാൽ വലിയ ചാക്കോ വല്ലതും കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു അനുവാദം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിനങ്ങപ്പുറത്ത് ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ഭാഗത്ത് കുഴി കുഴിച്ച് ഞങ്ങൾ തന്നെ കുഴി കുഴിച്ചു. ഇവിടുന്ന് തടിയൊക്കെ കൊണ്ടുപോയി അത് പുറക്കെ ഇട്ടു. അതിങ്ങനെ മല പോലെ ഞങ്ങൾ
അപ്പം ഞങ്ങളെ കട്ടെടുത്ത് മറ്റുള്ളവരും വരും വെളിക്കിറക്കാനായിട്ട് വരും അങ്ങനെ വന്ന് ആദ്യത്തെ വർഷം 50 ബൈബിളും 200 ചില്ലുവാനും ന്യൂ എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ വർഷം ഞാൻ ഇല്ലായിരുന്നു, രണ്ടാമത്തെ വർഷം മുതൽ എന്നിട്ട് ഞങ്ങൾ ഞാൻ വിൽക്കാൻ സമർത്ഥനാണെന്ന് അവർ പറഞ്ഞത്. കാരണം വിൽക്കുമ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം എല്ലാം കൊണ്ട് നടന്ന് വിൽക്കും. അപ്പം നിങ്ങൾ എത്ര രൂപ ചെലവഴിക്കുന്നു, ഇതല്ലേ 10 അന്ന് 10 വയസ്സേ ഉള്ളൂ. 10 വയസ്സ് അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര രൂപ ചെലവഴിക്കാൻ പോകുന്നു, മറിച്ച് മേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് അവയെ പിടിച്ച് ഞാൻ 35 രൂപയുടെ പുസ്തകമൊക്കെ വിറ്റു. ഈ കൈ ഇതാ വിറ്റത്. ഞാനിങ്ങനെ പറഞ്ഞു പോവാ. അന്നേരം പിന്നെ വന്ന് ഇങ്ങനെ കിടന്ന് അങ്ങനെ ഉള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. വണ്ടി മറിഞ്ഞു പോയി. അത് എൻ്റെ അതിശയം. ഞങ്ങളങ്ങോട്ട് പോകുന്ന സമയത്ത് വണ്ടി അങ്ങ് വണ്ടി മറിഞ്ഞ കുഞ്ഞപ്പ ചത്തോന്ന് ചോദിച്ചു. അച്ഛൻ കുഞ്ഞപ്പ ചത്തോന്ന് ചോദിച്ചു. ഇങ്ങനെ ഞാൻ വണ്ടി അച്ഛൻ ചോദിച്ചു കുഞ്ഞപ്പ ഉണ്ടോ ജീവനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വണ്ടിയുടെ സൈഡിലോട്ടാണ് കിടക്കുന്നത്. അമ്മാത്തച്ഛൻ മുന്നിൽ ഇരുന്നത് വീട്ടിൽ വീണില്ല. എന്നാൽ ഞാൻ വണ്ടിയുടെ ആയിട്ട് പറഞ്ഞു കുഞ്ഞപ്പ ജീവനുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയുള്ള പല അനുഭവങ്ങളാണ് എന്നെ തീരാത്ത ഒന്നുള്ള അനുഭവം. The journey was filled with challenges, from going on without food for many days and threat to life. God has been merciful and always provided and protected the team. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തലാടിപ്പോയി. തലാടി ഡോക്ടർ ബേവിച്ചൻ ഡോക്ടറാണല്ലോ. ബേവിച്ചൻ ഡോക്ടർ ആകുമ്പോൾ ഞങ്ങൾ ഒരു ബ്രാഞ്ച് അവിടെ തുടങ്ങി. ആ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അവിടെ ചെറിയ ഡിസ്പെൻസറി ഒക്കെ ഉണ്ടാക്കി. ആ ഡിസ്പെൻസറി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റൽ പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ അത് അവിടെയുള്ളതല്ല ഒരു ഹിന്ദു മനുഷ്യൻ ഇനി പ്രസംഗം നടത്തിയാൽ ഞങ്ങൾ നിങ്ങളുടെ പേരേക്ക് തീ വെക്കുമെന്ന് പറഞ്ഞു. മാൽഗുജാർ ഞങ്ങൾ പിന്നെയും വന്ന് നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെയും പോയി. അന്ന് പോയപ്പോൾ നാളെ രാത്രി ഞാൻ നിങ്ങളുടെ ഇതിന് മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കുമെന്ന് പറഞ്ഞു. കേട്ടോ മോനെ, ഇത് കേൾക്കണം. നാളെ രാത്രി ഞങ്ങൾ നിങ്ങൾ ഇതിന് മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പോയ സമയത്ത് അത് നല്ല ഭയങ്കരമായിട്ട് ഒരു മഴ അങ്ങ് പോയി. അവിടെ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ ഒരാൾ വന്നു. എപ്പോഴും പെരുമാറി നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വിശ്വാസത്തിൽ വരുന്നതിന്റെ വിശ്വാസത്തിൽ വന്നതിന്റെ വാശിയാണ്. അപ്പം അങ്ങനെ തീ വെക്കുന്നു. അന്ന് രാത്രി അവിടെ നല്ല മഴ പെയ്തു. അതായത് അവര് ഈ അർച്ചട്ട് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് വാശിയായി. ആ ഗ്രാമക്കാരെല്ലാം എതിരായപ്പോൾ എങ്ങനെയെങ്കിലും ഓടിക്കത്തക്ക രീതിയിൽ അവരെ ഒരു പ്രാവശ്യം പറഞ്ഞു. അന്ന് ജോൺ മോറിസ് ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, അതുകൊണ്ട് കയറ്റി താമസിച്ചാൽ അവിടെ പോയി. അവർ പറഞ്ഞു നാളെ ഞങ്ങൾ തീ വെക്കുന്നു. അത് നല്ല സമ്മർ സമയത്ത് അവരെ എന്ത് ചെയ്തെന്നറിയാം, കുറേ പെട്രോളും മണ്ണെണ്ണയും പന്തമൊക്കെ ഉണ്ടാക്കി 1 കിലോമീറ്റർ ദൂരെ ബച്ചയ്യ സൈഡിലെ ഒരു 5-8 പേര് അത് പോയി പന്തം ഉണ്ടാക്കി. ഈ മാൾഗുജാർ പോയില്ല. മാൾഗുജാർ ഈ 2 നിലയായിരുന്നു. ബച്ചുവിനെ അറിയാം. ബച്ചുവിൻ്റെ അപ്പൻ്റെ കാര്യം പറഞ്ഞു. ബച്ചുവിൻ്റെ അപ്പൻ്റെ അയാള് അതിന്റെ മുകളിൽ നിന്ന് നോക്കി വാച്ച് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇവിടെ മുഴുവൻ കാണാൻ മണ്ടേ കയറ്റി താമസിച്ചു. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നമ്മൾ വിശ്വാസ പ്രസ്ഥാനമല്ലോ, അതുകൊണ്ട് സുവാറായി ഇവിടെ പറഞ്ഞു ആപത്തുണ്ട്, ദൈവം അല്ലാതെ നമുക്കൊരു ആശ്രയമില്ല, എല്ലാവരും മുട്ടുമ്പോ ഇത് പ്രാർത്ഥിച്ചു. സമ്മറിലാണ് അറിയാമല്ലോ, ഒന്ന് കുളിത്തിയാൽ മതി. അവരവിടെ നിന്ന് ഒരു 10 മണി 7 ബഹളം വെച്ചോണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു. എവിടെ നിന്ന് അറിഞ്ഞുകൂടാ, ആ തെളിഞ്ഞു നിന്ന ആകാശം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഭയങ്കര മഴ പെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും രക്ഷയില്ല, അങ്ങോട്ട് പോയാൽ തീ വെക്കാൻ നോക്കുകയില്ല. അതുകൊണ്ട് അത് അവർ ഉപേക്ഷിച്ചു, അവർ വിട്ടേച്ചു പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ മാൾഗുജാർ അവിടെ വന്നു ആശ്രമത്തിൽ. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഇവിടെ എന്തെങ്കിലും ഇന്നലെ സംഭവിക്കുമായിരിക്കുമെന്ന്. ഞാനത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നിങ്ങളുടെ ദൈവം രക്ഷ.
അത് വലിയൊരു സാക്ഷ്യം. അതെ, പിന്നെ സാക്ഷ്യം. പിന്നെ അതെ, തലാടില് തലാടില്. അതോടുകൂടി അവർക്കെല്ലാം ഒരു അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇവരുടെ ദൈവം യേശു ഇല്ല ശക്തനാണ്. അതുപോലെ തന്നെ പോണ നമ്മുടെ മിശ്രജി മിശ്രാജി മിശ്രജി പോടാ 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 പോടി മിശ്രാജി. അതുപോലെ വേറൊരു സംഭവം, ഇവിടെ നമ്മളിപ്പോൾ പോയി നമ്മുടെ ആദ്യത്തെ വിശ്വാസിയാണ്, വിശ്വസിച്ച് സ്നാനപ്പെട്ട് സഭയുടെ അംഗമായി തീർന്നാണ് നമ്മുടെ മിശ്രാജി. അച്ഛൻ കണ്ടായിരുന്നു, സാറ് കണ്ടായിരുന്നു മിശ്രാജി പിന്നെ ബാപ്റ്റിസ്റ്റ് എടുത്തതിന് മുമ്പാന്നോ അതിന് ശേഷമാണോ എനിക്ക് അറിഞ്ഞൂടോ. അടുത്ത ഗ്രാമത്തിൽ പോയി പോടായി കൂടെ നിങ്ങളിപ്പോൾ പോയ അടുത്തുള്ള ഗ്രാമത്തിൽ കൂടെ പിന്നെ റീച്ചായാലും അങ്ങോട്ട് പോയായിരുന്നു, അതോ പിന്നെ ബോഡി സൗഡിലോട്ട് പോയായിരുന്നു. അന്നേരം അവിടെ ഒരു സന്യാസി ശങ്കരാചാര്യരുടെ ചേലയാങ്ങ അതാ പറഞ്ഞു അതിലേ വന്നേ, അവിടെ നിർത്തി ഇവൻ സംസാരിച്ചു, ഇവൻ റാക്സ് കൊടുത്തു. റാക്സ് കൊടുത്തു. അത് ഇവരെ അങ്ങ് പോയി കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം ചോദിച്ചു, നമ്മുടെ ഒരാളിനെ അവർ തട്ടിയെടുത്ത് നിങ്ങൾക്കറിയാമോ, അവരെ ഇവിടെ വെച്ചേക്കാമോ, അവന് നല്ല 1ാം ക്ലാസ് പിന്നെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. അയാൾ അങ്ങ് പോയി തിരിച്ചു വന്നപ്പോൾ അവനെ ഒരു വീട്ടിൽ കയറ്റി അവരെ അടിച്ചു, നല്ലോണം അടിച്ചു. അത് അറിഞ്ഞോട്ട് ഇവിടുന്ന് MP മോദിച്ചിനും കോശിച്ചിനും ഓടിപ്പോയി. പ്രാർത്ഥിച്ചു. എന്നാൽ അതെ, അവന് ഒന്നും ചെയ്തില്ല. എന്നാൽ ആ വീട് 1 വർഷം കഴിഞ്ഞപ്പോൾ, 1 വർഷം തികയുന്നതിന് മുമ്പേ ആ വീട്ടിൽ ഈ ഗോതമ്പ് വെച്ച് പൂസ നിറച്ചിരിച്ചു. എങ്ങനോ അവിടെ ഉള്ളവർ വീട് വലിച്ചോട്ടോ ആയിരിക്കാം, എങ്ങനോ ആ വീട് മുഴുവൻ കത്തി നശിച്ചു. ഉടനെ അവിടെ ഉള്ളവർ പറഞ്ഞു, അവിടുന്ന് 2 പേര് വന്നേ കഴിഞ്ഞു, പിന്നെ അടിച്ചതന്നെ ദൈവമാണിത്. അതുകൊണ്ട് അവർ അത് കഴിഞ്ഞ് മിശ്രായി ഉപദ്രവിച്ചില്ല, നമ്മളൊക്കെ വലിയ കാര്യമാണ് ഇതെല്ലാം. അല്ല, അവിടുന്ന് 2 പേര് വന്ന് മാത്തച്ഛനെ കാണാൻ ക്ഷമ ചോദിക്കാൻ. ഞങ്ങൾ അറിഞ്ഞില്ല പന്ന 2 പിള്ളേർ ചെയ്താണ്. അച്ഛനെ വലിയ കാര്യമായിരുന്നു. ഇന്നും ഇതൊരു വിശ്വാസ പ്രസ്ഥാനമാണ്. ഞങ്ങൾ ആരോടെയും അപ്പീൽ ചെയ്യരുതെന്നാണ്. അപ്പീൽ ചെയ്യാതെ ഇത്രയും നാളും 78 വർഷം കംപ്ലീറ്റായി. ഇത്രയും നാളും ദൈവം അത്ഭുതകരമായി ഞങ്ങൾ ചിന്തിച്ചതിനേക്കാളും, ഞാൻ വന്നപ്പോഴും ഇവിടെ പട്ടണയുടെ സമയമാണ്, തകരയിൽ പറിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ ഈ സ്ത്രീകൾ ഇവിടെ വന്ന് ഈ എന്നു പറിക്കാം, അതൊക്കെ പറിച്ച് കൂട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അരി കിട്ടാൻ പ്രയാസമുണ്ട്. ഒരു സമയത്ത് രാവിലെ പേരിന് മാത്രം ഉച്ചയ്ക്ക് ഒരു ശകലം കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസം അനുഭവിച്ചു. ഇല്ലേന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ കടലൊക്കെ വിഴുന്നുകൊണ്ട് വരും. ഇതുവരെ 78 വർഷം ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. അത് ഞങ്ങളുടെ സാക്ഷി പറയാനുള്ള എത്ര നല്ലവൻ, അവൻ്റെ എന്നേക്കും മഴയില്ല. പിന്നീട് ഈശോ തിരുമേനി ബിഷപ്പായതിനു ശേഷം, കോശിയച്ചൻ ബിഷപ്പായതിനു ശേഷം ആദ്യമായിട്ട് ആശ്രമണ്ടയിൽ 1 വർഷം വന്നു. എനിക്ക് തോന്നി അത് 82 or 83 ഓർക്കുന്നില്ല. തിരുമേനി ഇങ്ങോട്ട് പറഞ്ഞു, തങ്കച്ച ഞാൻ അടുത്ത എന്നെ തങ്കച്ച എന്നാണ് വിളിച്ചത്. പക്ഷേ ഞാൻ അടുത്ത ആശ്രമണ്ടയിൽ ഇവിടെ വന്നു. ഇവിടെ വന്ന് അത് മഴയുടെ സമയമൊക്കെ ഉണ്ട്. എന്നാൽ ശനിയാഴ്ച വൈകിട്ട് ആകാശം മുഴുവൻ ഇരുണ്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു കാറ്റ് വന്നിട്ട് നമ്മുടെ ലൈറ്റൊക്കെ പോയി. എന്നാൽ മഴ പോടായി വരെ പെയ്തു. ആ കിഴക്കുന്ന് പടിഞ്ഞാറുന്ന് കിഴക്കുന്ന് ദർശിനി വരെ. ആ മൈതാനത്ത് കറണ്ട് പോയി കിടന്നു നമ്മുടെ ആളുകൾ, അവർ നിറഞ്ഞെന്ന് പറഞ്ഞു. മൈതാനത്ത് പോയി കിടന്ന് പണിയൊക്കെ കഴിഞ്ഞ വീട്ടിയോ അച്ചാനോ എല്ലാം പോയി. എന്നാൽ ഇവിടെ മഴ, അവരോട് വന്നു. ഇവിടെ മഴയില്ല, ഇവിടെ എല്ലാം ഉണങ്ങി കിടക്കും. എന്നോട് പറഞ്ഞു, അങ്കജ ഏതായാലും ദൈവം എത്ര നല്ലവനാ, നമ്മുടെ ഇവിടെ മഴ പെയ്തില്ലല്ലോ. മാത്തപ്പുഴയുടെ മഴ പെയ്തില്ലോ തന്നെ, അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ്. ദൈവം നമ്മളോട് കാണിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലൈറ്റൊക്കെ പോയി, അന്നത്തെ പ്രോഗ്രാമൊക്കെ മുടക്കി. എന്നിരുന്നാലും ദൈവം വിശ്വസ്തൻ. ഞാൻ ഒരു കാര്യം മാത്തപ്പുറത്തിൻ്റെ കാര്യം കൂടെ പറയുമ്പോൾ, മാത്തപ്പുറത്തിനെ കൊച്ചമ്മ കൊണ്ടുവന്നിട്ട് ഡൽഹി, കൊച്ചമ്മ ഡൽഹിയിലാണ്, എന്താ മെയ്റ്റൺ. അതെ, കൊച്ചമ്മ ഡൽഹിയിലെ ഒരു മെയ്റ്റൺ. അപ്പോഴേ കൊച്ചമ്മ എവിടെയാ ഈ മാത്തനച്ഛൻ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരും. കോളേജിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ ചോദിച്ചു, വന്ന സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഇതന്നെ ഈ നമ്മൾ വെറ്റയിടുന്ന പന്തലുണ്ടല്ലോ, വെറ്റയിടുന്ന പന്തൽ എന്തെങ്കിലും ആയിക്കോട്ടെ വെറ്റയിടും. അപ്പം ഇതെന്നെ ഞാൻ ചോദിച്ചു. അപ്പം മാത്തനച്ഛൻ പറഞ്ഞു, സ്റ്റേഷൻ മാഷ് കുളിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു. സ്റ്റേഷൻ മാഷ് കുളിക്കുന്ന സ്ഥലമാണ് തമാശകാരൻ മാത്തനച്ഛൻ. The enthusiasm, the dedication and the commitment shown by these people of God when they fully dedicated their everything to the Lord as youngsters are lacking in today's generation.
Where have we gone wrong? Why aren't people coming forward for full-time evangelistic ministry? These are the questions we need to seek answers. എൻ്റെ ഭാവനയിൽ ഞാൻ പറയുകയാണെങ്കിൽ അന്ന് യുവാക്കൾക്കോ അല്ലെങ്കിൽ സഭയിലോ ഒരു സുവിശേഷ ദർശനം കൊടുക്കാനുള്ള ഏബ്രഹാം മാർത്തോമാ തിരുമേനിയുടെ കാലം മുതൽ എനിക്ക് ഓർമ്മ. ഏബ്രഹാം തിരുമേനി സന്നദ്ധ സുവിശേഷത്തിൻ്റെ ആരംഭം ആയിരുന്നല്ലോ. അപ്പം അന്ന് ഒരു ആഹ്വാനം കൊടുക്കാനായിട്ട് അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അന്ന് അലക്സാണ്ടർ തിരുമേനിക്കും മറ്റും യുവാന തിരുമേനിക്കും മറ്റും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ മാത്യൂസ് തിരുമേനിക്കും എല്ലാവരും കൊടുക്കുകയാണ്. എന്നാൽ അന്ന് സുഭിക്ഷത കാലമാണ്, പട്ടിണിയുടെ കാലമായിരുന്നു. പട്ടിണിയുടെ കാലമാകുമ്പോൾ ദൈവത്തെ വിളിക്കണം. അന്ന് ദൈവത്തെ വിളിക്കുന്ന ആൾ സമൂഹം, വീടുണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇന്ന് സമൃദ്ധി വന്നു. ഇന്ന് കോഴിയും മീനും ഇറച്ചിയും ഭക്ഷണവും സുഭിക്ഷമായിട്ടുള്ളൊരു കാലത്ത് ജീവിക്കുന്നതുകൊണ്ട് ഇന്ന് വീട്ടിൽ നമ്മുടെ ഓരോരുത്തരും ആ കാലത്ത് പ്രാർത്ഥനയില്ല, ആരാധനയില്ല. ആരാധന ഉണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് പോകാൻ ആഹ്വാനം കൊടുക്കാനായിട്ടില്ല. എന്തുകൊണ്ട് ആഹ്വാനമില്ല, ഒന്ന് സമൃദ്ധിയായിട്ടുള്ള ജീവിതമായി. സമൃദ്ധി ജീവിതം വന്നപ്പോൾ പള്ളി വേണ്ട, ദൈവം വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ കുഞ്ഞുങ്ങൾ ഞാൻ ഒരു സമയത്ത് VT ജോണത്തിൻ്റെ അവിടെയുള്ള ബോയ്സ് ക്യാമ്പിന് പോയ സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് വന്ന് പറഞ്ഞു, അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കാം. അപ്പന്മാരല്ലേ ബില്ല് കൊടുക്കുന്നു. അപ്പോൾ അവർ ആ ഭക്ഷണത്തിന് സമയത്ത് എനിക്ക് ദോശ വേണ്ട, പാലപ്പം മതി, എനിക്ക് ചായ വേണ്ട, പഞ്ചസാര പാല് മതി എന്ന് പറഞ്ഞ് സമൃദ്ധിയുടെ ഒരു കാലമായിരുന്നു. ഇന്ന് ആ സുവിശേഷ ദർശനം കൊടുക്കുവാൻ ഇന്ന് സഭയിൽ ആളില്ല. യുവജന മുൻപ് ഇന്ന് ഒരു സ്ഥാപനയിലും ആളുകൾ കത്തോലിക്ക സഭയായാലും കൊള്ളാം, കന്യാസ്ത്രീ മഠങ്ങളായാലും കൊള്ളാം, ആശ്രമങ്ങളായാലും കൊള്ളാം, മിഷണറി ഫീൽഡായാലും കൊള്ളാം, ഒരിടത്തേക്കും ഇന്ന് ആളുകൾ, യുവാക്കന്മാർ, യുവതികൾ വരുവാനായിട്ട് മടിക്കുന്നു. ആഹ്വാനമില്ല. അതാണ് എനിക്ക് പറയാനായിട്ട് സുവിശേഷ ദർശനം. പണ്ട് സഭയിൽ പൊതുവേ ഒരു ഉണർവിൻ്റെ സമയമായിരുന്നു. അന്ന് ഒരു ഉണർവ്, ഈ സുവിശേഷത്തോടുള്ള വലിയൊരു ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്രയില്ല. പിന്നെ ഞാനിവിടുന്ന് വരുന്നത് ഞങ്ങൾ ഒരുമിച്ചാണല്ലോ വരുന്നത്. അപ്പം എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ 52 മാരാമൺ കൺവെൻഷൻ സംബന്ധിക്കുമ്പോൾ അന്ന് ഞാൻ കൊച്ചീർക്കാനായിട്ടൊക്കെ പോയതല്ലേ. പോയപ്പം അവിടെ ഒരു അച്ഛൻ മാരാമൺ യോഗത്തിൽ അന്നപ്പോൾ വലിയ പന്തലൊന്നുമില്ല, ഉണ്ട്, എന്നാലും ചുരുക്കം ആളുകൾ മാത്രം. അപ്പോൾ ഞങ്ങളിവിടെ VT ജോണും VT കോശിയും ചേച്ചമ്മയും ഞാനും വരാനുള്ള മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതൊന്ന് ഒരു അച്ഛൻ വിളിച്ചു പറയുന്നു, വിളിയും ഇതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ഭാഷ, വിളിയും ദർശനമുള്ള യുവാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ, എങ്കിൽ സിയോറായിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വയനാട്ടിൽ ആൾ കാണുകയില്ല. എന്നാൽ എൻ്റെ ചെവിയിൽ അത് കേട്ടു, VT കോശിയുടെ ചെവിയിൽ അത് കേട്ടു, ചേച്ചമ്മയുടെ ചെവി കേട്ടു. അപ്പം കേട്ടപ്പോൾ എന്നെ ആരെങ്കിലും കാണുവാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ ഒരു ഷർട്ട് ഏതാണ്ട് അന്ന് പറഞ്ഞു, ഷർട്ട് നമുക്ക് ഇല്ലാട്ട് ഈ കണ്ണുകൊട്ടിനെ അന്വേഷിച്ച് പോയതുപോലെ ഞങ്ങളിങ്ങനെ തപ്പി പിടിച്ചൊക്കെ ചെന്ന് ആളിനെ കണ്ടപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഇവിടെ വീട് എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെ ചോദിച്ചു. എല്ലാം മന്ത്രി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അധികം പറയാൻ സമയം നമുക്കില്ലല്ലോ. എന്നാൽ എൻ്റെ വീട് ചെങ്ങന്നൂരാണ്, തോപ്പിലാണ് അച്ഛൻ്റെ വീടെല്ലാം. അച്ഛൻ്റെ വീടത് തോപ്പിലോ. ഞാൻ എവിടെ താമസിക്കുന്നത്, നിങ്ങൾ വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ഡേറ്റ് തന്നു. ഞങ്ങളവിടെ പോയി അച്ഛനുമായിട്ട് മുഖസംഭാഷണമൊക്കെ ചെയ്തതിന് ശേഷം അതാണ് ഞങ്ങളുടെ ആശ്രമത്തിലേക്കുള്ള എൻ്റെയും തങ്കപ്പനും ഈശ്വരത്തിനും VT കോശിയുടെയും ചേച്ചമ്മയുടെയും ആശ്രമത്തിലേക്ക് വരുവാനായിട്ടുള്ള വഴി, ദൈവ വിളി ഇതായിരുന്നു എൻ്റെ. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പൊതുവെ ഇന്ന് ആളുകൾ കുറവാണ് വരുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ പിന്നുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് പലരും മടിക്കുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. നമുക്ക് നഷ്ടപ്പെടുത്താനും വിട്ടുകൊടുക്കാനും സമർപ്പിക്കാനും നമുക്ക് പലപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വൈമുഖ്യം കാണുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് നേടാനൊക്കും എന്നുള്ളതിൽ കൂടുതലായിട്ട് എന്ത് നൽകാനായിട്ട് സാധിക്കുമെന്നുള്ളതായിരിക്കണം നമ്മെ കൂടുതൽ ഭരിക്കേണ്ടതായിട്ടുള്ള കാര്യം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ആശ്രമത്തിൽ ചേരുന്നതിന് മുമ്പായിട്ട് ഒരു വോളണ്ടിയർ എന്നുള്ള രീതിയിലൂടെ പ്രവർത്തിക്കാനായിട്ട് വന്നതായിട്ടുള്ള സമയത്ത് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ആശ്രമത്തിൻ്റെ ഫൗണ്ടർ മെമ്പറായിരുന്ന MP മാത്യൂസിനെയാണ്. അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞെന്ന്. അച്ഛൻ പറഞ്ഞു,
സിഹോറായിൽ വരുന്ന കൊള്ളാം, സിഹോറായി വന്ന് മരിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ ആ ഒരു വാക്ക്, അന്നത്തെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എത്രമാത്രം ഞാൻ അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എത്രമാത്രം ഞാനത് മനസ്സിലാക്കി അന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്നും എനിക്കത് ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ ഒരു ഡെപ്തുള്ള ഒരു ആഴത്തിലുള്ള ഒരു വാക്കുകളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അച്ഛൻ ഉദ്ദേശിച്ചത് ഒരു പ്രവർത്തനത്തിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആശ്രമ ജീവിതത്തിന് വേണ്ടി പോകുമ്പോൾ ആ വ്യക്തി സ്വയം പൂർണ്ണമായി ഇല്ലാതെയായി തീരുവാൻ അല്ലെങ്കിൽ മരിക്കുവാനായിട്ടുള്ള താല്പര്യത്തോടുകൂടെ മാത്രമാണ് ആ ഒരു ചിന്ത മാത്രമേ എന്ത് ലഭിക്കുമെന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത എല്ലാം മാറ്റിവെച്ച് എനിക്ക് എന്ത് നൽകുവാനായിട്ട് സാധിക്കുമെന്ന്, എൻ്റെ ജീവിതം തന്നെ ചിലപ്പോൾ അർപ്പിക്കേണ്ടതായിട്ട് വരുമെന്നുള്ള ചിന്തയോടുകൂടി മാത്രമേ ഒരാൾക്ക് ആശ്രമത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജീവൻ പോകുന്ന ഒരു അനുഭവം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദിനംതോറും നമുക്ക് മരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ അർപ്പിക്കേണ്ടതായിട്ട് വന്നാൽ ആ സാക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉള്ള സന്ദർഭങ്ങളിൽ നമുക്കതിന് സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉൾവിളിയും അതുപോലെ തന്നെ ദൈവിക ദർശനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സുവിശേഷ വേലയിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ സമർപ്പിത സംഘത്തോട് ചേർന്ന് ആശ്രമ ജീവിതത്തിലൊക്കെ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദർശനവും അങ്ങനെയുള്ള കാഴ്ചപ്പാടും വിളിയുമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രവർത്തിപ്പാനായിട്ട്, അർത്ഥപൂർണ്ണമായിട്ട് ജീവൻ നയിക്കാനായിട്ട്, അതിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകൾക്ക് എന്നും എപ്പോഴും നല്ല തുറന്നിടപ്പെട്ട വാതിലുകളുള്ള സ്ഥലമാണ് സുവിശേഷ ഫീൽഡ് അല്ലെങ്കിൽ സുവിശേഷ വേലസ്ഥലം, ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെനിക്ക് നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്തെനിക്ക് നൽകാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ചിന്തയോടുകൂടെ മാത്രമേ ഏതൊരാൾക്കും ആശ്രമത്തിൽ ചേർന്ന് അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സമർപ്പണത്തോടു കൂടെയാണ് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. When you become a Christian, you stop living your life for yourself and will dedicate it for others. It's never about you, but always about others, spreading God's love and taking care of His creation. Our next video is about the Sisters of Sihora Ashram. Please do share this video. God bless you all.